നമസ്കാരം. നിരാമയ യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിപ്പ് ജോയിൻ്റ് എക്സസൈസിൽ വരുന്ന രണ്ടാമത്തെ സൂക്ഷ്മ വ്യായാമത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ സൂക്ഷ്മ വ്യായാമത്തെ ശ്രോണി ചക്രം എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ഹിപ്പ് റൊട്ടേഷൻ എന്ന് വിളിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുക. കാലുകൾ നീട്ടി വയ്ക്കുക. ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. വലത് കാലാണ് ആദ്യം ചെയ്യുന്നത്. വലത് കാലം മടക്കി വയ്ക്കുക. ഇടത് കൈ കൊണ്ട് വലത് കാൽ വിരലുകളെ പിടിക്കുക. വലത് കാൽമുട്ടിൻ്റെ ഭാഗത്തായിട്ട് വയ്ക്കുക. നിവർന്നിരിക്കുക. ക്ലോക്ക് വൈസായും ആൻറ്റി ക്ലോക്ക് വൈസായും 5 പ്രാവശ്യം നമ്മുടെ കാൽ തുടകളെ ഹിപ്പ് ജോയിൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. തുടങ്ങാം. 1 2 3 4 5 anti-clockwise. 1 2 3 4 5. കാല് നീട്ടി വയ്ക്കുക. വിശ്രമിക്കുക. ശ്രോണി ചക്രം ചെയ്ത ശേഷം നമ്മുടെ വലത് കാലിന് അനുഭവപ്പെടുന്ന ഫീല് അറിയുക. വലത് കാല് തളർന്ന് വിശ്രമിക്കട്ടെ. തിരിച്ചു വരിക. ഇതുപോലെ ഇടത് കാലും ചെയ്യുക. ഇടത് കാല് മടക്കി വെച്ചു. ഇതുപോലെ പിടിക്കുക. ഇനി നിവർന്നിരുന്നു കൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. 1 2 3 4 5 anti-clockwise. 1 2 3 4 5. കാല് നീട്ടി വയ്ക്കുക. വിശ്രമിക്കുക. ശ്രോണി ചക്രം ചെയ്ത ശേഷം ഇടത് കാലും വിശ്രമിക്കട്ടെ. ആ ഭാഗത്തെ ഫീല് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇരുകാലുകൾക്കും പൂർണ്ണമായ വിശ്രമം നൽകുക. കണ്ണ് തുറക്കുക. തിരിച്ചു വരിക. ഈ ഒരു സൂക്ഷ്മ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കാല് മടക്കി വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിവർന്നിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. നിവർന്നിരിക്കുമ്പോൾ തന്നെ അറിയാതെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു കാലാട്ടുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ അങ്ങനെ ആടി ഒലിയും. ഇങ്ങനെ ചെയ്യരുത്. അവിടെ സ്ട്രെയിറ്റായി ഇരുന്നു കൊണ്ട് തന്നെ കാൽ തുടകളെ ഹിപ്പ് ജോയിൻറ്റിനെ മാത്രമാണ് അവിടെ ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നത്. നമുക്കൊരു അരിയാട്ടുന്ന ഒരു ഫീല്, ആട്ടുകല്ലിലൊക്കെ അരിയാട്ടുന്ന ഒരു ഫീലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നുന്നത്. തുടക്കക്കാർക്ക് ഇത് ചെയ്യാൻ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അവർ 1-2 പ്രാവശ്യം മാത്രം ദിവസം പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ നല്ലൊരു റൊട്ടേഷൻ നൽകുന്നു. ആ ഭാഗങ്ങൾക്ക് നല്ല അയവ് നൽകാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തുടർച്ചയായിട്ട് 2 ആഴ്ചയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ നല്ല ലൂസായി കിട്ടും. ഈസി ആയിട്ട് തന്നെ ഈ ഒരു റൊട്ടേഷനൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.